മരണം അവനെ തിരികെ വിളിച്ചു. അവന്റെ ജീവന് വേണ്ടിയല്ല, മറിച്ച് ജീവിച്ച് കൊതി തീരാത്ത ഈ ഭൂമിയിൽ തുടരാൻ അവന്റെ ശരീരം ആവശ്യമായിരുന്നു ആ ആത്മാവിന്. ആലപ്പുഴ ജില്ലയിലെ വണ്ടാനത്തുള്ള 14 വയസ്സുള്ള അവന്റെ കഥയാണ്. അന്ന് സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു മരണമുണ്ടെന്നറിഞ്ഞ് എല്ലാവരും പ്രദേശത്തെ ഒരു മരത്തിന്റെ അടുത്തേക്ക് ഓടുന്നത് കണ്ട് അവനും കൂടെ നടന്നു. മരത്തിനരികിലെത്തിയ അവൻ ചുറ്റുപാടും നോക്കി. ഒന്നും തന്നെ കണ്ടില്ല. പതിയെ മരത്തിന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് മരത്തിൽ ഒരാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അവന് വല്ലാതെ ഭയം തോന്നി. ആ കാഴ്ച മനസ്സ് മടുപ്പോടെ അന്ന് അവൻ സ്കൂളിലെത്തി. അന്നത്തെ ദിവസം അവന്റെ മനസ്സിൽ ഓരോ നിമിഷവും ആ തൂങ്ങിയാടുന്ന വികൃത ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നേരത്ത് അവനിൽ പതിവില്ലാത്ത എന്തൊക്കെയോ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ അവന് പോലും അറിയാതെ അവന്റെ വീടിന് ചുറ്റും ഓടാൻ തുടങ്ങി. ഓടുന്നതിനൊടുവിൽ അവന്റെ ഉമ്മ വന്ന് അവനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് അവൻ ഓട്ടം നിർത്തിയത്. അടുത്ത ദിവസം തൊട്ടടുത്തുള്ള പള്ളിയിലെ പുരോഹിതന്മാർ അടങ്ങുന്ന ഒരു സംഘം അവിടെ എത്തി. അന്ന് അവന് മുന്നിൽ 3 കളങ്ങളിൽ ഓരോ ഇളവൻ വീതം വെച്ച് അവനോട് ഓരോ കളങ്ങളുടെ മുകളിലൂടെ നടക്കാൻ പറഞ്ഞു. നടക്കുന്ന സമയം പുറകേന്ന് പല ശബ്ദങ്ങളും കേൾക്കും. ഉമ്മയുടെ ശബ്ദത്തിലും ഉപ്പയുടെ ശബ്ദത്തിലും പല രീതിയിലും പ്രലോഭനങ്ങൾ ഉണ്ടാവാമെന്നും പറഞ്ഞു. എന്തു വന്നാലും തിരിഞ്ഞു മാത്രം നോക്കരുതെന്ന് അവനെ ഓർമ്മിപ്പിച്ചു. അവൻ ആ 3 കളങ്ങളിലൂടെ നടക്കുമ്പോഴും പുറകിൽ നിന്നും വിചിത്രമായ പല ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു. ആരോ സഹായത്തിനായി നിലവിളിക്കുന്ന പോലെയായിരുന്നു അവൻ കേട്ട അവസാനത്തെ ശബ്ദം. പിന്നീട് കണ്ണു തുറന്നപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്നും ഒരു സ്വപ്നം കണ്ട് ഉണരും പോലെ തോന്നി. ഇന്നവന് 26 വയസ്സ്. പക്ഷേ ഇപ്പോഴും അവന് അവസാനത്തെ ആ ആത്മാവിന്റെ സഹായം അഭ്യർത്ഥിച്ചുള്ള കരച്ചിൽ ഓർക്കുമായിരുന്നു. ഇനിയൊരിക്കൽ കൂടി അവന്റെ ശരീരം വിട്ടുകൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായും ആ ആത്മാവിനെ സഹായിക്കണമെന്ന് അവന് ഈ അനുഭവം എന്നോട് പറഞ്ഞപ്പോൾ ഒരു ചെറിയ നോവ് കലർന്ന ചിരിയോടെ എന്നോട് പറഞ്ഞു.